ഹായോ 2023 കേരള സാഹിത്യ അക്കാദമിയുടെ യുവകവിതാ പുരസ്കാര ജേതാവ് ആദിയുടെ പുതിയ കവിതാ സമാഹാരമായ മുടിത്തിയാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്നത്. അരികുവൽക്കരിക്കപ്പെടുന്ന മനുഷ്യരുടെ ശബ്ദമായി മാറുന്ന കവിതകളാണ് മുടിത്തിയിലെ ഓരോ കവിതകളും. ക്യൂർ രാഷ്ട്രീയവും സ്ത്രീപക്ഷ രാഷ്ട്രീയവും പറയുന്നതിനൊപ്പം ശരീരത്തിന്റെയും നിറത്തിന്റെയും രാഷ്ട്രീയവും യുദ്ധവിരുദ്ധ കവിതകളും ഈ കവിതാ സമാഹാരത്തിൽ ഉൾപ്പെടുന്നു. യുദ്ധവിരുദ്ധ കവിതകളിലെ പ്രധാന വരിയാണ്: മണ്ണിൽ വിരൽ വരച്ച വരകളല്ലാതെ രാജ്യം എന്താണ്, അതിരുകൾ എന്താണ്. ഹിജ്റ സംസ്കാരത്തിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാമൊഴി കഥയെ അടിസ്ഥാനപ്പെടുത്തിയാണ് മുടിത്തി എന്ന കവിത രചിച്ചിരിക്കുന്നത്. കവിതാ സമാഹാരത്തിലെ കഥയിൽ ചോദ്യമില്ല ഉത്തരമുണ്ട് എന്ന കവിത നായക സങ്കല്പങ്ങളെ ചോദ്യചിഹ്നത്തിൽ നിർത്തുന്ന കവിതയാണ്. പ്രതിയോഗി ഉണ്ടാകുമ്പോൾ മാത്രമാണ് നായക സങ്കല്പം ഉടലെടുക്കുന്നതെന്ന ആശയമാണ് പ്രസ്തുത കവിതയ്ക്കുള്ളത്. മുടിത്തിയിലെ കഥയിൽ ചോദ്യമില്ല ഉത്തരമുണ്ട് എന്ന കവിതയിലെ വരികൾ: പ്രതിനായകനാണ് നായകനെ ഉണ്ടാക്കുന്നത്, തെറ്റ് ശരിയെ ഉണ്ടാക്കുന്നത് പോലെ, പെണ്ണ് ആണിനെ ഉണ്ടാക്കുന്ന പോലെ പ്രതിനായകന്റെ ചെയ്തികൾ നായകനെ ഉണ്ടാക്കുന്നു. നായകൻ ആരാകുമെന്നും പ്രതിനായകൻ ആരാകുമെന്നും മുന്നേ നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. കഥ എപ്പോഴും നായകന് വേണ്ടിയുള്ളതാണ്. കഥയുടെ ഓരോ നടപ്പും ഇരിപ്പും നായകന്, വെട്ടവും ഇരുട്ടും നായകന്. പ്രതിനായകന്റെ തെറ്റുകളിലാണ് നായകന്റെ ശരികൾ ഉണ്ടാകുന്നത്. ജയിക്കുന്നത് ആരെന്നും തോൽക്കുന്നത് ആരെന്നും മുന്നേ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. നായകന്റെ വീട് എൻ്റെ വീടല്ല, നായകന്റെ നിറം എൻ്റേതല്ല. നായകനും ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ല. പ്രതിനായകൻ എപ്പോഴും എൻ്റെ വീട്, എൻ്റെ നിറം. പ്രതിനായകനും ഞാനും തമ്മിൽ സമാനതകളേറെ. എന്നിട്ടും നായകന്റെ അമാനുഷികമായ ഇടിയിൽ പ്രതിനായകൻ താഴെ വീഴുമ്പോൾ എനിക്കെങ്ങനെ സന്തോഷിക്കാൻ പറ്റുന്നു? കഥയിൽ ചോദ്യമരുതെന്ന് പറയുന്നത് വെറുതെയല്ല.